നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് LP UP പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് മലയാളത്തിലെ നോവൽ സാഹിത്യം. നോവൽ സാഹിത്യം അതിനകത്ത് വരുന്നത് വളരെ പ്രധാനപ്പെട്ട നോവലുകൾ, കഥാപാത്രങ്ങൾ, കർത്താക്കൾ. എന്താണ് മലയാള സാഹിത്യത്തിലൂടെ നോവലുകൾ പറഞ്ഞു വെച്ചതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നോക്കുക, നോവലിനെ കുറിച്ച് സർവ്വസമ്മതമായ ഒരു നിർവചനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ആധികാരികമായി നോക്കുന്നത് ഓക്സ്ഫോർഡിന്റെ നിഘണ്ടുവാണ് അല്ലെ. എന്താണ് ഓക്സ്ഫോർഡ് നിഘണ്ടുവിന് നോവലിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം. ഏറെക്കുറെ സങ്കീർണമായ ഒരു ഇതിവൃത്തത്തിൽ ഭൂതകാലത്തിലെയോ വർത്തമാനകാലത്തിലെയോ യഥാർത്ഥ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ചിത്രീകരിക്കുന്ന സാമാന്യം നീണ്ട ഗദ്യ കഥയാണ് നോവൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഗദ്യ കഥയാണ് നോവൽ എന്നാണ് ആര് പറഞ്ഞു വെച്ചത്? ഓക്സ്ഫോർഡ് നിഘണ്ടു പറഞ്ഞു വെച്ചിരിക്കുന്നത്. നോവൽ വഴിവക്കിലെ കണ്ണാടിയാണ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ വിലാസിനി. ആരാണ് വിലാസിനി? മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയ വിലാസിനി പറഞ്ഞത് നോവൽ വഴിവക്കിലെ കണ്ണാടിയാണ് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കുക, ഏത് നോവലിസ്റ്റിന്റെ കഴിവിന്റെയും യഥാർത്ഥ മാനദണ്ഡം പാത്ര സൃഷ്ടിയിലുള്ള വൈദഗ്ധ്യമാണ്. പാത്ര സൃഷ്ടി എന്നാൽ എന്താ? കഥാപാത്രം അല്ലെ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, അവരുടെ ജീവിത പശ്ചാത്തലത്തെ ആസ്പദമാക്കി എഴുതിയ ഗദ്യ കഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ നോക്കാം, എങ്ങനെയാണ് നോവൽ എന്ന വാക്കുണ്ടായത്? നോവൽ എന്ന വാക്കിനർത്ഥം പുതിയത് എന്നാണ്. നോക്കുക, 15ാം ശതകത്തിൽ ഇറ്റലിയിലും 16ാം ശതകത്തിൽ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും പ്രചരിച്ച നൂതന കഥയ്ക്കാണ് നോവൽ എന്ന പേര് ലഭിച്ചത്. MP പോൾ നോവൽ സാഹിത്യം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നോവസ് എന്ന ലത്തീൻ പദത്തിനർത്ഥം പുതിയത് എന്നാണ്. നോവല്ല എന്ന ഇറ്റാലിയൻ പദത്തിനർത്ഥം പുതിയ വസ്തു എന്നാണ്. ആ നോവസും നോവല്ലയും ചേർന്നാണ് നോവൽ എന്ന പേരുണ്ടായത്. പുതിയ ആഖ്യാന കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ നോവലിനെ വിളിക്കാം. അപ്പോ എന്താണ് നോവലിനെ കുറിച്ച് നോക്കാനുള്ളത് നോക്കിയാൽ ആദ്യം തന്നെ പറയുന്നത്, ഇന്ത്യൻ സാഹിത്യത്തിൽ നോവലിന്റെ അടിത്തറ എന്ന് പറയുന്നത് ബംഗാളിയിലാണ് എന്നാണ്. ചരിത്രത്തിൽ നിന്നും ചികഞ്ഞെടുത്ത ചില അധ്യായങ്ങളിൽ നിന്നും ബംഗാളിലെ സ്കോട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി ഈ ഇതിവൃത്ത സംവിധാനത്തിൽ എഴുതപ്പെട്ട ഒന്നാണ് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം സ്കോട്ടിനെ അല്ലെ. അപ്പൊ സ്കോട്ടിന്റെ ഐവാനോ എ റൊമാൻസ് എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട്. അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗത്തിലൂടെയാണ് ദുർഗേശ നന്ദിനിയും. ആ നോവൽ ഇതിവൃത്തം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനിയും കടന്നു പോകുന്നത്. അതുപോലെ താരാശങ്കറിന്റെ ആരോഗ്യ നികേതനം, വിഭൂതിഭൂഷന്റെ ആരണ്യക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഭൂതിഭൂഷന്റെ ആരണ്യക്, ഈ രണ്ട് നോവലുകളും ബംഗാളി നോവലിനെ ആസ്പദമാക്കി നമുക്ക് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നോവൽ മലയാളത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ ആരുടെ നോവലാണ്? അപ്പു നെടുങ്ങാടിയുടെ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് നിർമ്മിച്ച അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ്. 1887 കുന്തലത എഴുതപ്പെടുന്നത്. ആദ്യ നോവൽ ആയതുകൊണ്ട് തന്നെ ഒരു നോവലിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും എന്തിനുണ്ടായിരുന്നില്ല? കുന്തലതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിലും മലയാള സാഹിത്യത്തിൽ ആദ്യമായി പുതിയ തലത്തിലുള്ള ആഖ്യാന തലത്തിലുള്ള നോവൽ കൊണ്ടുവന്ന വ്യക്തിയാണ് അപ്പു നെടുങ്ങാടി. വർഷം ഓർത്തു വെക്കണം, 1887. കൃതിയുടെ പേര് കുന്തലത. ഷേക്സ്പിയറിന്റെ സിംപലിൻ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് അപ്പു നെടുങ്ങാടി ഈ കൃതി എഴുതിയതെന്ന് പരക്കെ പ്രചരിക്കുന്ന സമയത്താണ് മലയാള നോവലിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഒരു വ്യക്തി വരുന്നത്. ഒയ്യാരത്ത് ചന്തുമേനോൻ അഥവാ O. ചന്തുമേനോൻ. O. ചന്തുമേനോൻ 1889 എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. മലയാള സാമൂഹിക നോവലിന്റെ പിതാവ് അല്ലെങ്കിൽ മലയാള സാമൂഹിക നോവലിന്റെ സൃഷ്ടാവും ശില്പിയും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാ? O. ചന്തുമേനോൻ അഥവാ ഒയ്യാരത്ത്
ചന്തു മേനോൻ. നമ്മൾ ഒയ്യാരത്ത് ചന്തു മേനോനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ. ഒയ്യാരത്ത് ചന്തു മേനോൻ തലശ്ശേരിയിലാണ് ജനിക്കുന്നത്. 1947 കാലഘട്ടത്തിൽ തലശ്ശേരിയിൽ ജനിച്ച ഒരു വ്യക്തി. അദ്ദേഹം ഒരു നാട്ടിൻപുറത്ത് സദ്യ നടക്കുമ്പോൾ കുറച്ച് കാരണവന്മാർ വെറ്റില മുറുക്കി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ചായിരുന്നു. ആ സംഭാഷണത്തിനിടയ്ക്ക് ഒരു വ്യക്തി പറയുന്നുണ്ട്, അല്ലെങ്കിലും കൈക്കൂലി വാങ്ങാത്തതായിട്ട് ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണോ ഉള്ളത് എന്ന്. ഇത് കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ദേഷ്യത്തോട് പറയുകയാണ്, അങ്ങനെ കൈക്കൂലി വാങ്ങാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടോ? അതാണ് ഈ ഞാൻ. ആ ഞാനായിരുന്നു ഒയ്യാരത്ത് ചന്തു മേനോൻ. കൈക്കൂലി വാങ്ങാത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ ലക്ഷണമൊത്ത സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലേ. അപ്പൊ ലക്ഷണമൊത്ത നോവൽ എഴുതിയ ആ വ്യക്തിയുടെ പേര് നമ്മൾ ഒന്നുകൂടെ ഓർക്കുകയാണ്, O. ചന്തു മേനോൻ. അദ്ദേഹം ഗുമസ്തനായും വക്കീലായും മുൻസിഫായും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ കോടതിയുടെ അന്തരീക്ഷത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാ താൻ കേസ് കൊടു സിനിമ അല്ലെ. ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടെയാണ് കോടതി മുറികൾ. ആ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നോവലിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ശാരദ എന്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണെന്ന് ചോദിച്ചിരുന്നു. ശാരദ കോടതി വ്യവഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ചന്തു മേനോൻ കൃതിയാണ്. നമുക്ക് അതിലേക്ക് കടന്നു പോകാം. നോക്കുക, മലയാള നോവൽ രൂപത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയത് തീർത്ഥാടക പുരോഗതി എന്ന കൃതിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ PSC അംഗീകരിച്ച ഉത്തരം ഏതാണ്? അപ്പു നെടുങ്ങടിയുടെ കുന്തലതയാണ്. ഓക്കെ, 1878 പ്രസിദ്ധീകരിച്ച മിസിസ് കോളിൻസിന്റെ ഘാതക വധത്തിന് ആദ്യ നോവലിന്റെ സ്ഥാനം ചിലർ നൽകുന്നുണ്ട്. 1882 ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേല കുഞ്ചു വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പുല്ലേല കുഞ്ചു ഒരു തവണ ചോദിച്ച ചോദ്യം കൂടെയാണ്. അപ്പൊ പുല്ലേല കുഞ്ചു ഏതിലെ കഥാപാത്രം അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ആർച്ച് ഡീക്കൻ കോശി. പുല്ലേലി കുഞ്ചു എന്ന നോവൽ എഴുതിയത് ആർച്ച് ഡീക്കൻ കോശി. ഓക്കെ, അതുപോലെ തന്നെ അതിൽ നോക്കുന്നത് 1847 1900 കാലഘട്ടത്തിൽ O. ചന്തു മേനോന്റെ ഇന്ദുലേഖ കഴിഞ്ഞ് വീണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ശാരദ. അപ്പൊ ശാരദയെ കുറിച്ച് പറയുമ്പോൾ ശാരദയിലെ ദുഷ്ട കഥാപാത്രം ഏത് എന്ന് ചോദിച്ചിരുന്നു. ശാരദയിലെ അച്ഛന്റെ കഥാപാത്രത്തിന്റെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇതിലെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏത് കാലഘട്ടത്തിലാണ് ഇന്ദുലേഖ എഴുതിയത്? ഇന്ദുലേഖയിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന്. അപ്പൊ ഇന്ദുലേഖയെ കുറച്ച് കാര്യങ്ങൾ പറയാതെ പോകാൻ വയ്യ. ഇന്ദുലേഖ നോവൽ എല്ലാവരും വായിക്കണം എന്നില്ല അല്ലെ. പക്ഷെ നമ്മൾ പാണ്ടിപ്പട സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഒരു നായകനും ഒരു നായികയും. അതേ പ്രൊമോ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച നായകനാണ് മാധവൻ, നായികയാണ് ഇന്ദുലേഖ. അവർ തമ്മിലുള്ള പ്രണയകഥയാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് പ്രകാശ് രാജിന്റെ റോളിൽ ഒരാൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ സൂരി നമ്പൂതിരിപ്പാട്. 3 കഥാപാത്രങ്ങൾ ഓർത്തു വെക്കേണ്ടിയിരിക്കുന്നു: മാധവൻ, ഇന്ദുലേഖ, സൂരി നമ്പൂതിരിപ്പാട്. ഈ സൂരി നമ്പൂതിരിപ്പാട് ഒരു ശൈലി കൂടെയാണ്. വഷളൻ എന്നാണ് ഈ സൂരി നമ്പൂതിരിപ്പാട് എന്ന ശൈലി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ശൈലിയുടെ അർത്ഥം വഷളൻ എന്നാണ്. അവസാനം ഇന്ദുലേഖ മാധവനെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ ഇന്ദുലേഖ വളരെ ഹാസ്യപരമായിട്ട് തന്നെ നമുക്ക് വായിച്ചു തീർക്കാവുന്ന ഒരു നോവല് കൂടെയാണ്. അതിനുശേഷം ഇന്ദുലേഖയ്ക്ക് ശേഷം നമുക്ക് അത്രയധികം സംഭാവന തന്ന മറ്റൊരു വ്യക്തിയാണ് CV രാമൻ പിള്ള. CV രാമൻ പിള്ള കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന വ്യക്തി. ആരാണ് സ്കോട്ട് എന്നറിയാമോ? ഒരു ചരിത്ര നോവലിസ്റ്റ് ആണ് സ്കോട്ട്. സ്കോട്ടിനെ പോലെ ചരിത്ര നോവൽ എഴുതിയപ്പോൾ നമ്മൾ വിളിച്ചു കേരളത്തിന്റെ സ്കോട്ടാണ് ആര്? CV രാമൻ പിള്ള. വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? CV രാമൻ പിള്ള. ഓക്കെ, അപ്പൊ CV രാമൻ പിള്ള ചെയ്തത് ഭൂതകാലത്തെ തന്റെ നോവലുകളിലേക്ക് ആവാഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ 3 നോവലുകൾ ചരിത്ര ഗ്യായികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ ചരിത്ര ഗ്യായികൾ എന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഏതൊക്കെയായിരുന്നു? മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. ഇത് 3 CV രാമൻ പിള്ളയുടെ ചരിത്ര ഗ്യായികൾ എന്നറിയപ്പെടുന്ന ചരിത്ര നോവലുകളാണ്. CV രാമൻ പിള്ള ഈ ചരിത്ര നോവൽ അല്ലാതെ മറ്റൊരു സാമൂഹിക നോവൽ എഴുതിയിട്ടുണ്ട്. അത് ചോദിക്കും, നിർബന്ധമായി പഠിക്കണം. പ്രേമാമൃതം. CV രാമൻ പിള്ളയുടെ സാമൂഹിക നോവൽ ഏത്? ഉത്തരം പ്രേമാമൃതം.
CV രാമൻ പിള്ളയുടെ ആത്മകഥാംശമുള്ള കൃതി ഏത് ചോദിച്ചാൽ പ്രേമാരിഷ്ടം. അപ്പൊ ആത്മകഥാംശമുള്ളത് പ്രേമാരിഷ്ടവും സാമൂഹിക നോവൽ പ്രേമാമൃതവുമാണ്. 3 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു അല്ലെ. ആ മാർത്താണ്ഡവർമ്മ മലയാളത്തിൽ ആദ്യമായി ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. ആ ചരിത്ര നോവൽ എഴുതിയ വ്യക്തി തന്നെയാണ് ആര്? CV രാമൻ പിള്ള. മലയാളത്തിലെ 2ാമത്തെ സിനിമയാണ് ഏതാ? മാർത്താണ്ഡവർമ്മ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് CV രാമൻ പിള്ള കഴിഞ്ഞ അടുത്ത ഏറ്റവും അധികം ഓർത്തു വെക്കുന്ന ഒരാളാണ് ബഷീർ അല്ലെ. വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ കാരൂർ നീലകണ്ഠപിള്ള. അപ്പൊ അതിനകത്തേക്ക് കൂടെ പോകുന്ന സമയത്ത് ഒരു സമയത്ത് ഈ ഇന്ദുലേഖയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഷേക്സ്പിയറിന്റെ സിംപിളിനെ ആസ്പദമാക്കി അപ്പു നെടുങ്ങാടി കുന്തലത എഴുതിയെങ്കിൽ ബെഞ്ചമിൻ ഡയാറിലിസിന്റെ ബീക്കൻസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയത് എന്നൊരു ഖ്യാതി ആ നാട് മുഴുവൻ നീളുകയുണ്ടായി. ഓക്കെ, അപ്പൊ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട്, അപ്പൊ ആ കാലഘട്ടത്തില് നായികമാരുടെ പേരുകളിലാണ് കൂടുതൽ നോവലുകൾ ഇറങ്ങിയത്. ഇതും വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ ഇതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറങ്ങോടി പരിണയം, എല്ലാവർക്കും അറിയാം, കിഴക്കേപ്പട്ട രാമൻ മേനോൻ എഴുതിയതാണ് പറങ്ങോടി പരിണയം. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ ചോദിക്കും. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലാണ് പറങ്ങോടി പരിണയം. എഴുതിയത് കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ എഴുതിയ വർഷം 1892. 3 വർഷം നമ്മൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? 1887 അപ്പു നെടുങ്ങാടിയുടെ കുന്തലത, 1889 ചന്തുമേനോന്റെ ഇന്ദുലേഖ, 1892 പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ. ഓക്കെ, അത് കഴിഞ്ഞ് കരാട്ട് അച്യുതൻ മേനോൻ എഴുതിയ വിരുദൻ ശംഖു, മലയാളത്തിലെ ആദ്യത്തെ തസ്കര വീര നോവൽ എന്നൊക്കെ പറയും അല്ലെ. തസ്കരൻ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളൻ എന്നാണ്. അതോട് ഓർത്തു വയ്ക്കണം. ഓക്കെ, ആദ്യത്തെ മലയാളത്തിൽ തസ്കര നോവലിന് ആരംഭമിട്ട വ്യക്തിയാണ് കരാട്ട് അച്യുതൻ മേനോൻ. കെ നാരായണ കുരുക്കൾ എഴുതിയ പാറപ്പുറം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാറപ്പുറം എന്ന നോവൽ എഴുതിയത് ആരാണ്? കെ നാരായണ കുരുക്കൾ. ഓക്കെ, അതുകൂടാതെ ഉദയഭാനു, 2 നോവൽ, പാറപ്പുറം, ഉദയഭാനു, ഇത് 2 എഴുതിയത് കെ നാരായണ കുരുക്കൾ. ഓക്കെ, ഇതൊക്കെ അന്യോപദേശ നോവലുകളാണ്. ഏതൊക്കെയാണ്? പാറപ്പുറം, ഉദയഭാനു എന്ത് നോവലാണ്? അന്യോപദേശ നോവലാണ്. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ എന്താ? ഈ അപസർപ്പക നോവൽ വലിയൊരു വാക്കാണല്ലേ. ഒന്നുമില്ല, ഡിറ്റക്റ്റീവ് നോവൽ, കുറ്റാന്വേഷണം അല്ലേ, അതാണ് സംഭവം. അത് ആരാണ് എഴുതിയത്? അപ്പൻ തമ്പുരാൻ. ആരെഴുതിയത്? അപ്പൻ തമ്പുരാൻ. കൃതിയുടെ പേര് നമ്മൾ ഇനിയും പറഞ്ഞില്ല, ഭാസ്കര മേനോൻ. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അഥവാ കുറ്റാന്വേഷണ നോവൽ അഥവാ ഡിറ്റക്റ്റീവ് നോവലാണ് ഭാസ്കര മേനോൻ. എഴുതിയ ആള് അപ്പൻ തമ്പുരാൻ. ആരാണ്? അപ്പൻ തമ്പുരാൻ. ഈ അപ്പൻ തമ്പുരാന്റെ ഒരു ചരിത്ര നോവലുണ്ട്, ഭൂതരായർ. അത് ചോദിക്കേ. അപ്പോ അപ്പൻ തമ്പുരാന്റെ ചരിത്ര നോവലാണ് ഭൂതരായർ, 1923. ഓക്കെ, അപ്പൊ കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ ഇംഗ്ലീഷിൽ നിന്ന് ഭാഷാന്തരം ചെയ്ത അക്ബർ എന്ന ഡച്ച് നോവൽ. അടുത്ത ചോദ്യം എന്താ പറഞ്ഞത്? കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. ആരാണ് കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരള കാളിദാസൻ. കേരള കാളിദാസൻ. അഭിജ്ഞാന ശാകുന്തകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ തർജ്ജമ ചെയ്ത വ്യക്തി. അപ്പൊ കേരള കാളിദാസൻ ആരാണ്? കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. ഏതിൽ നിന്ന്? ഡച്ചിൽ നിന്നും വിവർത്തനം ചെയ്ത നോവലാണ് അക്ബർ. അക്ബർ എന്ന നോവൽ തർജ്ജമ ചെയ്തത് ആര്? മുൻവർഷ ചോദ്യ. ആരാ? കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ. ഓക്കെ, ഇതേ കാലഘട്ടത്തിലാണ് CV രാമൻ പിള്ളയുടെ നോവലുകളും ചർച്ചയാക്കപ്പെട്ടതെന്ന് ഓർക്കണം. രാമൻ നമ്പീശന്റെ കേരളേശ്വരൻ. രാമൻ നമ്പീശന്റെ പുസ്തകം ഏതായിരുന്നു? കേരളേശ്വരൻ. കൽപ്പന കൃഷ്ണൻ മേനോന്റെ ചേരമാൻ പെരുമാൾ, അതും ചോദിച്ച ചോദ്യമാണ്. കൽപ്പന കൃഷ്ണൻ മേനോന്റെ ചേരമാൻ പെരുമാൾ. KM പണിക്കരുടെ പുസ്തകം പിന്നെ എപ്പോഴുമുള്ള ചോദ്യമാണ് അല്ലെ. കേരള സിംഹം. പഴശ്ശിരാജയെ ആദ്യമായി കേരള സിംഹം എന്ന് അഭിസംബോധന ചെയ്തത് ഈ പുസ്തകത്തിലൂടെയാണ്. ഏതാണ് കേരള സിംഹം എഴുതിയത്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. അമ്പാടി നാരായണ പൊതുവാളിന്റെ കേരളപുത്രൻ. അമ്പാടി നാരായണ പൊതുവാൾ എഴുതിയ പുസ്തകമാണ് കേരളപുത്രൻ.
സി കുഞ്ഞിരാമമേനോന്റെ പള്ളുവക്കമാരൻ. സി കുഞ്ഞിരാമമേനോന്റെ പള്ളുവക്കമാരൻ എന്ന പുസ്തകം കൂടെ സ്മരണം, അതായത് ഓർമ്മ നിലനിർത്തുന്നതാണ് സ്മാരകങ്ങൾ അല്ലെ. സ്മരണ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മയാണ്. അപ്പോ പഴശ്ശിരാജയെ ഓർമ്മിച്ചുകൊണ്ടാണ് എന്തെഴുതിയത്? കേരള സിംഹം. അതുപോലെ നമ്മുടെ സ്മരണകളിൽ ഇവരെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാം എഴുതിയ പുസ്തകങ്ങൾ കൂടെ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ ഇനി വരുന്നുണ്ട്. തകഴിയുടെ കാലഘട്ടം, എസ് കെ പൊറ്റക്കാടിന്റെ കാലഘട്ടം, ബഷീറിന്റെ കാലഘട്ടം, കാരൂരിന്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലൊക്കെ എന്താണ് നമ്മുടെ മലയാള നോവലിന് സംഭവിച്ചതെന്ന് നോക്കാം. നമ്മൾ ബഷീറിൽ നിന്ന് തുടങ്ങുകയാണ്. ബഷീറിന്റെ ബാല്യകാല സഖി എല്ലാവർക്കും അറിയാം അല്ലേ? 1944 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ബഷീറിന്റെ ബാല്യകാല സഖി. കേശവദേവിന്റെ ഓടയിൽ നിന്ന് 1944 കാലഘട്ടം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലുണ്ടായ 2 കൃതികളാണ്. ഒന്ന് ബഷീറിന്റെ ബാല്യകാല സഖി, ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് അല്ലെ, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന്. മജീദും സുഹ്റയും അല്ലെ, ഒരു കാലത്ത് കേരളക്കരയാകെ പാടി നടന്ന 2 വ്യക്തികളായിരുന്നു മജീദും സുഹ്റയും. ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് ഏതിലെ ചോദിക്കും? ബാല്യകാല സഖി. കേശവദേവിന്റെ ഓടയിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ഓടയിൽ നിന്ന് എഴുതിയത്? കേശവദേവ്. ഏതാണ് കഥാപാത്രം? പപ്പു അല്ലെ. അടുത്തത് ഈ നവോത്ഥാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം. പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തിന് ഉണർത്തി വിട്ട 2 കൃതികളിലൂടെയായിരുന്നു ഇത്. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ പ്രേമലേഖനം അല്ലെ, ചെറുകഥ എല്ലാ ഭാഗത്തിലും ബഷീറിന്റെ ആദ്യത്തെ കൃതിയാണ് പ്രേമലേഖനം. അതിലും വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച കൃതി തന്നെയാണ്. എന്തായിരുന്നു പ്രേമലേഖനത്തിന്റെ പ്രത്യേകത? പ്രേമലേഖനം ജീവിതം യൗവന തീക്ഷ്ണവും പ്രേമസുരഭിലവുമായ ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമ്മയുമായി പ്രണയത്തിലാണ്. സാറാമ്മയോ, കേശവൻ നായരും സാറാമ്മയും അരങ്ങുമാണ് ഒരു കാലഘട്ടം അല്ലെ. ആ കാലഘട്ടത്തിലൂടെയാണ് ബഷീർ ബാല്യകാല സഖി എഴുതി തുടങ്ങിയത്. ഓക്കെ, ബാല്യകാല സഖി ബഷീറിന്റെ ആഖ്യാന രീതിയുടെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായി ഒരു പ്രേമകഥ അവതരിപ്പിക്കുകയാണ് ബാല്യകാല സഖിയിൽ. തുടർന്ന് എഴുതിയ എന്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടാർന്ന് അവസാനം പറയും വലിയൊരു കുയ്യാന. പണ്ടത്തെ ആളുകളുണ്ട്, എനിക്ക് പണ്ട് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു. നിലവിൽ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, എല്ലാം തകർന്നടിഞ്ഞു പോയും. എന്നാലും പണ്ടത്തെ ആ വീമ്പിളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീടുകളില് അല്ലേ. നമ്മുടെ മുതുമുത്തശ്ശന്മാരെങ്ങനെ പറയും, അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലേ. അപ്പൊ അതുപോലെ ഈ വീരകഥകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടാർന്ന്, കുഞ്ഞിപ്പത്തുമ്മ അല്ല. കുഞ്ഞിപ്പത്തുമ്മയുടെ അവരുടെ രസകരമായിട്ടുള്ള അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് അതിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം പറയും എന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടാർന്ന് വലിയൊരു കുയ്യാന അല്ലെ. മതിലുകൾ നാരായണിയും ബഷീറും അരങ്ങുവാണ്. മതിലുകൾ എഴുതിയതും ആര് തന്നെയാണ്? ബഷീറാണ്. പാത്തുമ്മയുടെ ആട് എഴുതിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ആനവാരിയും പൊൻകുരിശും മാന്ത്രിക പൂച്ച ഇവയെല്ലാം നമ്മളിങ്ങനെ ആർത്തിയോടെ തിന്നു തീർത്ത കൃതികളാണ് അല്ലെ ബഷീറിന്റെ. അപ്പൊ തനിക്ക് മാത്രം കഴിയുന്ന നർമ്മവും പരിഹാസവും കലർന്ന ശൈലിയാണ് ബഷീറിനെ ബഷീറാക്കിയത്, ബേപ്പൂർ സുൽത്താൻ ആക്കിയത്, കേരള ലൊറാൻസ് ആക്കിയത് അല്ലെ. അപ്പൊ ശക്തിയും പൗരുഷവുമുള്ള ശൈലിയായിരുന്നു ആർക്ക്? കേശവദേവിലേക്ക് വരുമ്പോ പരിഹസിക്കാൻ ഹാസ്യം കലർന്ന വ്യക്തിയായിരുന്നു ബഷീർ എങ്കിൽ പൗരുഷമുള്ള ശൈലിയായിരുന്നു ആർക്ക്? കേശവദേവന്. കേശവദേവ് തൊഴിലാളികളുടെ ജീവിത ദുരിതങ്ങളാണ് കൂടുതൽ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ സാഹിത്യ നായകനായി കേരളക്കരയാകെ പാടി നടന്ന വ്യക്തിയായിരുന്നു ആര്? കേശവദേവ്. പി കേശവദേവ്. ഓടയിൽ നിന്ന്, റൗഡി, നടി, ഉലക്ക, പുന്നപ്രവലർ സമരപശ്ചാത്തലത്തെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് ഉലക്ക. ഓക്കെ, കണ്ണാടി തുടങ്ങിയ കൃതികൾ സാമൂഹ്യ വിമർശനം എന്ന നിലയിൽ ശക്തവുമാണ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഓടയിൽ നിന്ന്, റൗഡി, നടി, ഉലക്ക. ഉലക്ക നോക്കണം, പുന്നപ്രവയലാർ സമര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ഉലക്ക. കണ്ണാടി ആരുടെയാണ്? അതും പി കേശവദേവിന്റെ തന്നെയാണ്. ഓക്കെ, അടുത്ത് നോക്കുക. ശൈലിയുടെ ശക്തിയിലല്ല ഭാവ തീവ്രതയിൽ നിന്ന് എഴുതിയതാണ് ഓടയിൽ നിന്ന്. ഭ്രാന്താലയം, അയൽക്കാർ. ഓടയിൽ നിന്ന്, ഭ്രാന്താലയം, അയൽക്കാർ. ഇത് ആരുടെ തന്നെയാണോ? കേശവദേവിന്റെ തന്നെയാണ്. ഒന്നുകൂടെ പറയാം, ഓടയിൽ നിന്ന്, അയൽക്കാർ, ഭ്രാന്താലയം. ഇത് ഭാവ തീവ്രത ഉൾക്കൊണ്ടെഴുതിയ കൃതികളാണ്.
ഓക്കെ, അടുത്തത് 1948 കാലഘട്ടത്തിൽ എഴുതിയ കൃതിയാണ് രണ്ടിടങ്ങഴി. തകഴി ശിവശങ്കര പിള്ള അല്ലെ, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലായ കയർ എഴുതിയ വ്യക്തിയാണ് ആര്? തകഴി ശിവശങ്കര പിള്ള. കേരള മൊപ്പസാങ് എന്നറിയപ്പെടുന്ന, കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി. 1948 എഴുതിയ ഒരു കൃതിയെ കുറിച്ചാണ് പിന്നീട് പാഠപുസ്തകം നോക്കുന്നത്. രണ്ടിടങ്ങഴി. എന്താണ് രണ്ടിടങ്ങഴിയുടെ പ്രത്യേകത? തകഴി എഴുതിയ കൃതികളിൽ വെച്ച് ആദ്യമായി ഈ കൃതിയാണ് സിനിമയാക്കപ്പെടുന്നത്. മുൻപ് പരീക്ഷയ്ക്ക് തന്നിരുന്നു, താഴെ പറയുന്നവയിൽ തകഴിയുടെ ഏത് കൃതിയാണ് ആദ്യമായി സിനിമയാക്കപ്പെട്ടത്? എല്ലാവരും ചെമ്മീൻ എന്ന് എഴുതി വെച്ചു. ചെമ്മീൻ ഉത്തരം തെറ്റാണ്. ആദ്യമായി തകഴി രണ്ടിടങ്ങഴി എന്ന കൃതിയാണ് സിനിമയാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് സിനിമയാക്കിയപ്പോ അഭിനയിച്ച വ്യക്തി ആരായിരുന്നു? PJ ആന്റണി. മലയാളത്തിലെ ഏറ്റവും ഉയർന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമാണ് ഭരത് പുരസ്കാരം. ആ ഭരത് പുരസ്കാരം ആദ്യമായി നേടിയ മലയാളിയാണ് PJ ആന്റണി. PJ ആന്റണി ആദ്യമായി അഭിനയിച്ച സിനിമയാണ് ഏത്? രണ്ടിടങ്ങഴി. രണ്ടിടങ്ങഴി എന്ന നോവൽ എഴുതിയതാണ് നമുക്ക് പഠിക്കാനുള്ളത് തകഴി ശിവശങ്കര പിള്ള. പിന്നീടാണ് ചെമ്മീൻ എന്നത് സിനിമയാക്കപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവലാണ് ചെമ്മീൻ. ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള കൃതിയാണ് ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏതാ ചോദിച്ചാൽ ഉത്തരം ചെമ്മീനാണ് അല്ലേ. അച്ഛൻ കുഞ്ഞും ചെമ്മൻ കുഞ്ഞും കറുത്തമ്മയും പളനിയും എല്ലാം പാടി തകർത്ത ചെമ്മീൻ. ഓക്കെ, അടുത്തത് ഈ രണ്ടിടങ്ങഴിയിലും പറയുന്നത് കർഷക തൊഴിലാളി ജീവിതമാണ് അല്ലേ. കുട്ടനാട്ടുകാരുടെ ജീവിതം അടുത്തറിഞ്ഞ വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് ആരെ വിളിച്ചത്? തകഴിയെ വിളിച്ചത്. അതിലൊരു സംശയവുമില്ല. 250 വർഷത്തെ കുട്ടനാടിന്റെ ചരിത്രം പറഞ്ഞ, 2.5 നൂറ്റാണ്ടിന്റെ കുട്ടനാടിന്റെ ചരിത്രം പറഞ്ഞ കൃതിയായിരുന്നു നമ്മുടെ കയർ. കയർ എന്ന് പറയുമ്പോൾ 250 വർഷമാണെന്ന് പറഞ്ഞു. കൊടാന്ത്ര മൂത്താശാൻ, ക്ലാസിപ്പേർ കൊച്ചുപിള്ള, അവരുടെ നാട്ടില് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിങ്ങനെ അളക്കാൻ വന്നൊരു ക്ലാസിഫയർ എന്നൊരു തസ്തിക നാമമാണ്. ആ ക്ലാസിഫയർ കൊച്ചുപിള്ളയെ ക്ലാസിഫയർ എന്ന് പറയാൻ കിട്ടാത്തത് കൊണ്ട് കുട്ടനാട്ടുകാർ വിളിച്ചതാണ് ക്ലാസിപ്പേർ കൊച്ചുപിള്ള. അങ്ങനെ കഥാപാത്രം ആരായി? ക്ലാസിപ്പേർ കൊച്ചുപിള്ള. കൊടാന്ത്ര മൂത്താശൻ ഏതിലെ കഥാപാത്രമാണ്? കയറിലെ കഥാപാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് മലയാള നോവലിൽ പുതുതായിട്ട് ആവിഷ്കരിച്ച കർഷക തൊഴിലാളി ജീവിതം. അതുപോലെ തന്നെ ആ വിഷയത്തിന് പുതുമ കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ട് മലയാള സാഹിത്യത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറുകയാണ്. പിന്നീട് തോട്ടിയുടെ മകൻ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. തോട്ടിയുടെ മകൻ എഴുതിയത് ആരാ? തകഴി ശിവശങ്കര പിള്ള. ചുടലമുത്തു ഏതിലെ കഥാപാത്രമാണ്? തോട്ടിയുടെ മകൻ. ഈ ചുടലയിൽ എന്തുകൊണ്ട് അങ്ങനെ ശവങ്ങളൊക്കെ മറിച്ചിടുന്ന ഓർത്ത മൃത ശരീരങ്ങളെ ദഹിപ്പിക്കുന്ന സ്ഥലമാണല്ലോ ഈ ചുടല. ഇവിടെ എന്തുകൊണ്ടാ മറിച്ചിടുക? തോട്ടി കൊണ്ട്. അപ്പൊ ചുടലയില് തോട്ടി കൊണ്ട്. ചുടലമുത്തു തോട്ടിയുടെ മകൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് എഴുതിയത് തകഴി ശിവശങ്കര പിള്ള. ചെമ്മീൻ നമ്മൾ പറഞ്ഞു അല്ലെ, ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മലയാള സിനിമ, ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള സിനിമ, ആദ്യമായി രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാള സിനിമ. ഏത് വർഷം കിട്ടിയത്? 1965 കേട്ടോ ചെമ്മീന്. അപ്പൊ ഏണിപ്പടികൾ, തങ്കമ്മ കഥാപാത്രമായി വരുന്ന കൃതിയാണ് ഏണിപ്പടികൾ. കയർ നമ്മൾ പറഞ്ഞു കൊടാന്ത്ര മൂത്താശാനും കൊച്ചുപിള്ളയും കഥാപാത്രമായി വരുന്നു. ഓക്കെ, ഇതൊക്കെ തകഴി നമുക്ക് സമ്മാനിച്ച മലയാള നോവലിലെ പുതിയ വിഭവങ്ങളായിരുന്നു. 1985 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയാണ്. എല്ലാവരും പറയും തകഴിക്ക് കയറിന് കിട്ടി. കയറിനൊന്നുമല്ല തകഴിക്ക് കിട്ടിയത്. 1982 വരെ ജ്ഞാനപീഠ പുരസ്കാരം ഏതെങ്കിലും ഒരു കൃതിയെ ആസ്പദമാക്കിയായിരുന്നുവെങ്കിൽ 82 മുതൽ ഒരു കൃതിയെ ആസ്പദമാക്കിയല്ല, സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. അതിൽ കയറിനെയും പരിഗണിച്ചിട്ടുണ്ട്, ചെമ്മീനിനെ പരിഗണിച്ചിട്ടുണ്ട്, രണ്ടിടങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ കയറെന്ന് മാത്രം പഠിച്ചു പോകരുത്. 1985 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം
ലഭിക്കുന്നത് സമഗ്ര സംഭാവനയ്ക്കാണ്. ഓക്കെ, അപ്പൊ സോഷ്യലിസ്റ്റ് റിയലിസ്റ്റ് മാർഗമാണ് ആരുടേത്? തകഴിയുടേത്. കുട്ടനാട്ടിലെ കർഷകരുടെ ആത്മഹത്യ നൊമ്പരങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ തകഴിയുടെ തൂലികയ്ക്ക് എതിരില്ല. അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വേർതിരിവ് ആര് കാണിക്കാറില്ല? തകഴി കാണിക്കാറില്ല. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഒരു കൃതിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്. അതാരാ? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിന്റെ മുഴുവൻ പേര് ചോദിക്കുമ്പോൾ എല്ലാരും പറയും ശങ്കരൻകുട്ടി പൊറ്റേക്കാട്. തെറ്റാണ്. K for കുട്ടിയല്ല, K for കുഞ്ഞിരാമനാണ്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് SK പൊറ്റക്കാട് അഥവാ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റേക്കാട്. സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി, കേരള ജോൺ ഗന്ധർ എന്നെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് SK പൊറ്റക്കാട്. കേരള ജോൺ ഗന്ധർ എന്നും സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്നും അതുകൂടാതെ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് SK പൊറ്റക്കാട്. മനുഷ്യനെ ചങ്ങലക്കെട്ടിലാക്കിയ എല്ലാ സാമൂഹിക സാമ്പത്തിക മതഘടനകളെയും അദ്ദേഹം എതിർത്തു എന്നാണ് പറയുന്നത്. SK പൊറ്റക്കാടിന്റെ ആദ്യത്തെ കൃതി ചോദിച്ചിരുന്നു നാടൻ പ്രേമമാണ്. ഇരുവഴിഞ്ഞിപ്പുഴ പ്രമേയമാക്കി SK പൊറ്റക്കാട് എഴുതിയ കൃതിയാണ് നാടൻ പ്രേമം. അല്ലേ? കാഞ്ചനമാലയും മൊയ്തീനും പറഞ്ഞു കേട്ട ഇരുവഴിഞ്ഞിപ്പുഴ മാത്രമേ നമുക്കറിയൂ. അത് കൂടാതെ മുക്കത്ത് തന്നെ മാലു എന്ന പെൺകുട്ടിയുടെയും രവീന്ദ്രൻ എന്ന ധനികനായ കോഴിക്കോട്ടുകാരന്റെയും പ്രണയം പറഞ്ഞു വെച്ച കൃതിയാണ് ഏത്? നാടൻ പ്രേമം. ചോദിച്ച ചോദ്യമാണ്. ഇരുവഴിഞ്ഞിപ്പുഴ പ്രമേയമായി വരുന്ന SK പൊറ്റക്കാടിന്റെ കൃതി ഏത്? ഏതാണ്? നാടൻ പ്രേമം. ഇവരുടെ ആദ്യത്തെ നോവലുമാണ് ഏത്? നാടൻ പ്രേമം. ആരൊക്കെയായിരുന്നു കഥാപാത്രം? മാലുവും രവീന്ദ്രനും. മൂടുപടം ആരുടെ നോവലാണ്? ആരുടെ കൃതിയാണ് ചോദിച്ചു. മൂടുപടം ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ. മൂടുപടം ആരുടെയാണ്? SK പൊറ്റക്കാടിന്റെ. തെരുവിന്റെ കഥ. എന്താണ് തെരുവിന്റെ കഥ? കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് തെരുവിന്റെ കഥ. ഒരു തെരുവിന്റെ കഥ എഴുതിയതാരാണ്? SK പൊറ്റക്കാട്. കോഴിക്കോട് മിഠായി തെരുവിനെ ആസ്പദമാക്കി എഴുതിയതാണ്. ഓക്കെ, വിഷകന്യക വയനാട്ടിലെ കുടിയേറ്റത്തെ ആസ്പദമാക്കി എഴുതിയതാണ് അല്ലെ. അപ്പൊ കുടിയേറ്റ കർഷകരെ ആസ്പദമാക്കി എഴുതിയ കൃതിയാണ് വിഷകന്യക. ഓക്കെ, 1980 SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1980 കാലഘട്ടങ്ങളിലാണ് SKക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്. അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ഗ്രാമം പ്രമേയമായി വരുന്ന നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയാണ്. വർഷം 1980. തകഴി 1985 സമഗ്ര സംഭാവന. ഓക്കെ, കവിയും കഥാകൃത്തും സഞ്ചാര സാഹിത്യകാരൻ, ഈ 3 നിലകളിലും പ്രശസ്തനായ വ്യക്തിയായിരുന്നു ആരെ? SK പൊറ്റക്കാട്. കൂടാതെ ലോക്സഭാ അംഗമായ ജ്ഞാനപീഠ ജേതാവ് ചോദിച്ചാൽ ആദ്യത്തെ മലയാളത്തില് ലോക്സഭാംഗമായ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടെയാണ് ആര്? SK പൊറ്റക്കാട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. SK പൊറ്റക്കാടിലാണ് നിൽക്കുന്നത് അല്ലെ. വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.